വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഡൽഹി ബി.ജെ.പിയുടെ കൈകളിലാണ്. പുതിയ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത ചുമതലയേറ്റതോടെ ഡൽഹിയുടെയും ജനങ്ങളുടെ ഉയർച്ചയ്ക്കും സംരക്ഷണത്തിനും വേണ്ടിയുള്ള നയങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. പ്രധാനമായും സ്ത്രീകളുടെ ഉന്നമനമാണ് രേഖയുടെ ലക്ഷ്യം. എന്നാൽ അതിനുള്ള പണമില്ലെന്നതാണ് വാസ്തവം. ഇപ്പോഴത്തെ അതിനുള്ള കാരണമായി കാണുന്നത് ആം ആദ്മി പാർട്ടിയുടെ മുൻ ഭരണമാണ്. ആം ആദ്മി പാർട്ടിയുടെ തകർന്ന ഭരണത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. ബി.ജെ.പി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് മുൻ ആം ആദ്മി സർക്കാർ പൊതുഖജനാവ് ശൂന്യമാക്കി ഉപേക്ഷിച്ചു. സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ ശമ്പള പദ്ധതി വിശദമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കും. എന്നാൽ നിലവിലെ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. ഇതിന് പിന്നിലുള്ള കാരണം അവലോകനം ചെയ്യാൻ ഉദ്യോഗസ്ഥരോടൊപ്പം ചർച്ച നടത്തിയിരുന്നു. അതിലൂടെ മനസ്സിലാക്കിയത് മുൻ സർക്കാർ ഖജനാവ് കാലിയാക്കി എന്നാണ്. എന്നിരുന്നാലും വിശദമായ ആസൂത്രണത്തോടെ പദ്ധതി തീർച്ചയായും നടപ്പിലാക്കുമെന്ന് ഗുപ്ത ഉറപ്പ് നൽകിയിരിക്കുകയാണ്. വികസിത ഡൽഹി ഉറപ്പാക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഈ ബി.ജെ.പി സർക്കാരിന്റെ അജണ്ടയെന്ന് സംസ്ഥാന ബി.ജെ.പി പ്രസിഡന്റ് വീരേന്ദ്ര സച്ദേവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഏതായാലും ഡൽഹി ഇപ്പോൾ പുതിയ സർക്കാരിന്റെ കൈ സുരക്ഷിതമാണെന്ന ഉറപ്പാണ് ബി.ജെ.പി നൽകുന്നത്.